എല്ലാവർക്കും നമസ്കാരം. അന്നയ്ക്ക് വണക്കം, തന്തയ്ക്ക് വണക്കം, ആശാനുക്ക് വണക്കം, 18 സിദ്ധറുകൾക്ക് വണക്കം. ഇന്ന് ആക്സിഡന്റ് നടക്കാത്ത സ്ഥലങ്ങളില്ല. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും അതുപോലെ സുഹൃത്ത് വലയങ്ങളിലും പല ആൾക്കാർക്കും ആക്സിഡന്റ് നടക്കാറുണ്ട്. അപ്പോൾ ഈ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ വണ്ടി ഇടിക്കണം എന്ന് തന്നെ ഉള്ള ആ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത്. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിചാരിതമായി സംഭവിക്കുന്ന ഏതൊരു വിഷയത്തെയും നമ്മൾ ആക്സിഡന്റൽ എന്നാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? അപ്പോ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു വിഷയം അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് വീഴ്ചയാണ്. നമ്മൾ ഓർക്കാപ്പുറത്ത് നമ്മൾ താഴെ വീഴുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഉരുണ്ടു വീഴുകയോ അതുമല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴുകയോ അങ്ങനെ ഏത് തരത്തിലുമാകാം. അപ്പൊ അങ്ങനെ വീഴുമ്പോൾ രക്തം കല്ലിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്, അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വളരെ എളിമയായിട്ട് നമുക്ക് അത് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരിലേക്കും വീഡിയോ എത്തപ്പെടണം. അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതിന് അതായത് എവിടെയെങ്കിലും വീണ് നമ്മുടെ എല്ലോ കയ്യോ മുട്ടോ ഇങ്ങനെ മുട്ട് ഇടിച്ച് വീഴുക, അല്ലെങ്കിൽ നമ്മുടെ എല്ല് ടച്ച് ചെയ്ത് വീഴുക, ഒരു സൈഡ് കൊണ്ട് വീഴുക, അങ്ങനെ ഏത് തരത്തിലുള്ള വീഴ്ചയാണെങ്കിലും നമുക്ക് ഒരു കല്ലിപ്പ് ആ ഒരു വീണ ഭാഗത്ത് കാണുന്ന ഒരു സംഭവം നമുക്ക് അനുഭവപ്പെടാറുണ്ട്, അല്ലെ? അപ്പോ ഇത് മാസങ്ങളോളം, ചിലർക്ക് വർഷങ്ങളോളം തന്നെ ഇത് അതേ രീതിയിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചാലും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്താലും ഇത് മാറുന്ന ഒരു പരിപാടിയായിട്ട് കാണുന്നില്ല. അപ്പൊ അത് നമ്മൾ ഒരുപാട് ഗുളികകളായാലും അല്ലെങ്കിൽ ഓയിൻമെന്റുകളായാലും പല തരത്തിൽ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മാറില്ല. മാറാത്ത വിഷയങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് എളിമയായിട്ട് മാറ്റാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിന്റെ കൂടെ മറ്റൊരു വിവരം കൂടെ പറയാനുണ്ട്. അതായത് ഇങ്ങനെ മാറാതെ ഇരിക്കുന്ന, അതായത് കട്ടിയായിട്ട് നമ്മുടെ ശരീരത്ത് ഇരിക്കുന്ന ആ ഒരു സംഗതി, ആ ഒരു ഭാഗം കാലക്രമേണ അവിടെ രക്തം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വരികയും അവിടത്തെ സെല്ല് നിർജീവമാവുകയും അത് മറ്റു പല മാരകമായ രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന ഒരു വിഷയവും അതിന്റെ പിന്നിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് തന്നെ. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പലതരത്തിലുള്ള ചൂട് കൊടുക്കുന്ന മുറ, കിഴി കൊടുക്കുന്ന മുറ നമ്മളുടെ മുന്നോറുകളായിട്ടുള്ള മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ അത് ഇന്നത്തെ തലമുറ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ ഒരു കണ്ണോട്ടം നടത്തിയിട്ട് നമ്മുടെ വിവരത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതായത് നമ്മൾ ഇപ്പോ വീണ് കഴിഞ്ഞു. അപ്പൊ അതിന് ചെറുതായിട്ടൊന്ന് ചൂട് കൊടുക്കാറ് പതിവുണ്ട്. ഏതെങ്കിലും തൈലം ഇട്ട് അതിനകത്തൊന്ന് ചൂട് കൊടുക്കും. എന്നാലും വലിയ ഒരു വ്യത്യാസം കാണുന്നില്ല. പക്ഷെ ആശ്വാസം ഉണ്ടാകും, ഒരു ചെറിയ ഒരു ആശ്വാസം കിട്ടാറുണ്ട് ചൂട് കൊടുക്കുമ്പോൾ. പക്ഷെ ഇനി ഇങ്ങനെ സംഭവിച്ചാൽ അത് പരിപൂർണമായി അത് നമുക്ക് സുഖപ്പെടണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഇല്ലാതെ ആക്കാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി ആ വിവരത്തിലേക്ക് കടക്കാം. അതായത് ആദ്യമായിട്ട്, അതായത് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ
പിന്നെ നമുക്ക് ഉമി നാട്ടുമരുന്ന് കടയിൽ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ, അതുമല്ലെങ്കിൽ മരുന്ന് കടയിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് ഉമി. ഈ ഉമി ചെറുതായിട്ട് ഒന്ന് ഇരുമ്പ് ചട്ടിയിലിട്ട് വറുത്ത്, അതായത് കരിയരുത്, ഒന്ന് ചെറു ചൂടാക്കി ആ ചൂട് കൊണ്ട് ഒരു കിഴി കെട്ടി ആ കിഴി വെച്ച് നമുക്ക് ചൂട് കൊടുക്കാവുന്നതാണ്. ഒന്ന്. രണ്ടാമത്, ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അതായത് ആദ്യം കുറച്ച് ഐസ് ക്യൂബ് എടുത്ത ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ആദ്യം അതുകൊണ്ട് ചൂട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്, ഈ ചൂട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉടൻ തന്നെ ചൂടുവെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞ് അതും ചൂട് കൊടുക്കുക. ഇങ്ങനെ മാറി മാറി ഇത് കൊടുക്കുമ്പോൾ അകത്തുള്ള സെല്ലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് ആ ഭാഗങ്ങളിലേക്ക് ഇടിച്ചു കയറി പോവുകയും ചെയ്യും. അപ്പോൾ ആ കട്ടി ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇല്ലാതെയാകുന്നത് നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാനും പറ്റും, അനുഭവിക്കാനും പറ്റും. ഓക്കെ, ഇനി മറ്റൊന്നും കൂടെ ഞാൻ പറയുകയാണ്, ഒരു ടിപ്പ് കൂടെ. അതായത് ഇനി ഇങ്ങനെ വന്നു, അപ്പോൾ വളരെ സിവിയറായിട്ടാണ് ഈ വിഷയം നമ്മളെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടുന്ന വളരെ സീക്രട്ടായതും ഇതുവരെ ആരും പറയാത്തതും ആർക്കും അറിയാൻ കഴിയാത്തതുമായ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചോറ് വയ്ക്കാറുണ്ട്. അപ്പൊ ഈ ചോറ് വയ്ക്കുമ്പോൾ വെന്ത ചോറ് ആ കലത്തിൽ നമുക്ക് കാണാം. അത് ഒരു സ്പൂൺ വെച്ച് അല്ലെങ്കിൽ ഒരു കരണ്ടി വെച്ച് അത് കോരിയെടുക്കുക, ആ സ്പൂൺ. എന്നിട്ട് അതോടൊപ്പം തന്നെ ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ചോറ് വെന്ത കഞ്ഞിവെള്ളം, അതും സമ അളവ് എടുക്കുക. ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതും എടുക്കുക. എന്നിട്ട് ഈ ചോറ് വയ്ക്കാൻ ഉപയോഗിച്ച വിറകിന്റെ കരി ഉണ്ടല്ലോ, അതും എടുക്കുക, അതും കുറച്ചെടുക്കുക. എടുത്ത് ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ച് ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി ഇതിനെ ആ നീർക്കെട്ട് ഉള്ള ഭാഗത്ത് ഇടുക. വിത്തിൻ 3 days സാധനം എവിടെ പോയിന്ന് പറഞ്ഞേച്ചാ മതി. അത്രയ്ക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇതൊക്കെ വളരെ റെയറായിട്ട് അറിയാവുന്ന ആളുകൾ മാത്രമേ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും പറയുന്നത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ഒരു വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ചിലപ്പോൾ ഈ 3 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 4-5 ദിവസം അതിന്റെ ആ ഒരു കാഠിന്യം അനുസരിച്ച് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയും. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, വീഡിയോ ലേശം നീണ്ടുപോയി, സാരമില്ല, നമുക്ക് അടുത്തത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.